ഡൊമസ്റ്റിക്കേഷൻ, അക്ലിമറ്റൈസേഷൻ ആൻഡ് നമ്മൾ ഏതൊക്കെയാണോ ബ്രീഡിംഗ് അപ്രോച്ചസ് നമ്മൾ എന്താ പറയുക നമ്മൾ ഗ്രാജുവേഷനിൽ പഠിച്ചിട്ടുള്ളത് ആ ബ്രീഡിംഗ് മെത്തേഡ്സ് എല്ലാം നമുക്ക് എന്താ പറയുക ഒരു ബുള്ളറ്റ് പോയിന്റ് സെഷൻ ആയിട്ട്, അതായത് ഒരു ഇൻ ഡീറ്റെയിൽ ഡിസ്കഷൻ അല്ല, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എല്ലാം റീവൈൻഡ് ചെയ്ത് റീകളക്ട് ചെയ്ത് എന്താ പറയുന്നത് ഓർക്കാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഡൊമസ്റ്റിക്കേഷൻ. സോ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലിരിക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. EVS നമ്മൾ പഠിക്കാറുണ്ട് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ, വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുപോലെ തന്നെയാണ്, അതായത് എന്താ പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലാതെ എന്താ പറയുന്നത് വൈൽഡ് ആയിട്ട് ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, സർട്ടൻ കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുന്നത് വേണ്ട ഒരു രീതിക്കുള്ള ട്രെയ്റ്റ്സ് എല്ലാം ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് കണ്ടീഷനിലോട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. That is its definition. That is bringing wild species under human management. Human management അണ്ടറിൽ വൈൽഡ് സ്പീഷീസിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ വൈൽഡ് സ്പീഷീസിനെ ഹ്യൂമൻ മാനേജ്മെന്റ് അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഡൊമസ്റ്റിക്കേഷൻ ഒരു എന്താ പറയുന്നത് ഒരു ഫുൾ ഒരു അപ്രോച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ ഈ കറന്റ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനെല്ലാം എന്തുണ്ട്, ആക്ച്വലി ദേ ഹാവ് ആൻസിസ്റ്റേഴ്സ് അല്ലേ. സോ ഇവരെല്ലാവരും ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിയിലോട്ട് വന്നിരിക്കുന്നത് അവരുടെ വൈൽഡ് ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്തിട്ടാണ്, ഇവോൾവ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഉള്ള ഇതിൽ വരുന്നത്. അപ്പൊ അത് ഇറ്റ് ഇസ് ദ പ്രോസസ് ഇസ് കോൾഡ് ഡൊമസ്റ്റിക്കേഷൻ. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ദാറ്റ് ഇസ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് വൈൽഡ് പ്ലാന്റ്സ് ടു ഓർ ക്രോപ്സ് ഓവർ ടൈം ടു ഇംപ്രൂവ് ദ traits that are desirable to human. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്താണ്, നമ്മൾ എപ്പോഴും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി വൈൽഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഈ ഏക്കോൺ വീറ്റ് എന്ന് പറയുന്ന വീറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ക്രോപ്പ്. വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് ഏക്കോൺ വീറ്റ് ആണ്. അത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാവോ, അതിന്റെ പ്ലോയിഡ് ലെവൽ എന്ന് പറയാവോ ആരെങ്കിലും? I know everybody will be knowing this thing. Ploid level എന്ന് പറയുക ആരെങ്കിലും? What is the ploidy of acorn wheat? Whether it is hexaploid, pentaploid, diploid, tetraploid, എന്താണ്? What is the ploidy of acorn wheat? I think long batch കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ I think I have asked the same question in that class too. പറയൂ, what is the genetic constitution of acorn wheat? ഇതിൽ ഇനിയിപ്പോ പതുക്കെയാണോ വരുന്നത്? അല്ലല്ലോ, ആർക്കും അറിയില്ലേ? ഏക്കോൺ വീറ്റ് ജനറ്റിക് മീൻസ് പ്ലോയിഡ് ലെവൽ ആർക്കും അറിയില്ല. എക്സാക്ട്ലി, കൃഷ്ണപ്രിയ പറയുന്നു ഇറ്റ് ഇസ് ഡിപ്ലോയിഡ്. എക്സാക്ട്ലി ഇറ്റ് ഇസ് ഡിപ്ലോയിഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ഏക്കോൺ വീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൊമസ്റ്റിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ. നമ്മൾ എന്താണ്, വൈൽഡിലുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കേറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ മാനേജ്മെന്റിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നു. ദാറ്റ് ഇസ് ഡൊമസ്റ്റിക്കേഷൻ. സോ ഹൗ ഡൊമസ്റ്റിക്കേഷൻ ക്യാൻ ബി ഡൺ? എങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത് വൈൽഡ് ക്യാരക്ടേഴ്സ് ഇല്ല അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നത്? സോ ബേസിക്കലി ഇറ്റ് ഇസ് ത്രൂ two processes. One is എന്താ പറയുന്നത് selection and the other is mutation. Selection മ്യൂട്ടേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത്, ഡൊമസ്റ്റിക്കേറ്റഡ് ആക്കുന്നത്. ഓക്കെ, സോ സെലക്ഷൻ എന്ന് പറയുന്ന മേജർലി ഇറ്റ് ഇസ് ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. ഓക്കെ, സോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആസ് ദ നെയിം ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റിംഗ് എന്താ the selection which the nature is doing. നേച്ചർ ചെയ്യുന്ന സെലക്ഷൻ ആണ് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. സോ ആൻഡ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഓഫ് കോഴ്സ് സെലക്ഷൻ which is human മെയ്ഡ് ആയിട്ട് വരുന്ന സെലക്ഷൻസിന് പറയുന്നതാണ് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും again it can be classified into four. That is directional selection, stabilizing selection, disruptive selection and cyclic selection. Maybe ഒരുപാട് ബുക്കിൽ മേ ബി സൈക്ലിക് സെലക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് മേ ബി വിൽ നോട്ട് ബി മെൻഷൻഡ്. അപ്പൊ നിങ്ങൾക്ക് അതും അറിയണം എന്ന് വിചാരിച്ചാണ് ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യുന്നത്. മേജർലി ചില ബുക്കുകളിൽ നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പേ ഉള്ളെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ഡയറക്ഷണൽ, സ്റ്റെബിലൈസിംഗ് ആൻഡ് ഡിസ്റപ്റ്റീവ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഈ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് ഈ ഒരു ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ഡയറക്ഷണൽ സെലക്ഷൻ, വാട്ട് ഇസ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ, എന്താണ് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ എന്താണ് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്? സോ എന്ന് പറയുന്നത് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ യു ഇമാജിൻ, യു ഇമാജിൻ എ പോപ്പുലേഷൻ ഓഫ് എന്താ പറയുന്നത് ടോൾ
ഡോർഫ് ആൻഡ് മീഡിയം ഹൈറ്റഡ് പീപ്പിൾ. ഓക്കെ, അങ്ങനെ ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യാം. സോ ഇഫ് ഡയറക്ഷണൽ സെലക്ഷൻ ഇസ് ഹാപ്പനിങ്, സോ ഡയറക്ഷണൽ സെലക്ഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു എക്സ്ട്രീം എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, സിലക്റ്റഡ് ആവുന്നു. സോ വെൻ ദർ ഇസ് ടോൾ, ഡോർഫ് ആൻഡ് മീഡിയം ഹൈറ്റഡ് പീപ്പിൾ, ഒബ്വിയസ്ലി രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത് ആരൊക്കെ തന്നെയാണ്, വൺ ഇസ് ടോൾ പീപ്പിൾ ആൻഡ് അതർ ഇസ് ഡോർഫ് പീപ്പിൾ. ഇവരാണ് എന്ന് പറയുന്നത് എക്സ്ട്രീം എന്ന് പറയുന്നത്. ആൻഡ് ആ മിഡിൽ വരുന്ന മീഡിയം ഹൈറ്റഡ് ആയിട്ടുള്ള, ആവറേജ് ഹൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എക്സ്ട്രീം അല്ല, ഈ കം ഇൻ ദ മിഡിൽ, അവരൊരു ആവറേജ് ആണ് ആക്ച്വലി അല്ലെ. സോ വെൻ ദ എക്സ്ട്രീംസ് ആർ ഗെറ്റിംഗ് സെലക്ടഡ്, എക്സ്ട്രീം എന്താ പറയുന്നത്, എക്സ്ട്രീമിലുള്ള ആൾക്കാർ സെലക്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നതിനെ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഡയറക്ഷണൽ സെലക്ഷൻ. സോ വാട്ട് ഇസ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു എക്സ്ട്രീം ആണ് ഡയറക്ഷനിൽ. ആൻഡ് വെൻ ബോത്ത് ദ എക്സ്ട്രീം, when the tall and dwarf people രണ്ടുപേരും സെലക്ട് ചെയ്യപ്പെടുന്നു ത്രൂ നാച്ചുറൽ സെലക്ഷൻ ആണെങ്കിൽ that is called disruptive. ഡിസ്റപ്റ്റീവിന്റെ വേറൊരു പേരാണ് ഡൈവേഴ്സിഫൈയിങ് സെലക്ഷൻ എന്ന് നമ്മൾ വരെ പറയാം. ഓക്കെ, that is when both extremes are getting selected, it is called disruptive അല്ലെങ്കിൽ diversifying selection. And third one is stabilizing selection. Stabilizing selectionലാണ് where the mean അല്ലെങ്കിൽ average ആയിട്ടുള്ള ആൾക്കാർ, അതായത് average height ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യപ്പെടുന്നത്, that is the stabilizing selection. അപ്പോൾ that will create a stabilizing population. Okay, മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സൈക്ലിക് വേറൊന്നും അല്ല, ഇറ്റ് വിൽ ഡിഫർ. ആ ഒരു പേരിലുള്ള കണക്ക് തന്നെ സൈക്ലിക് എന്ന് പറയുന്നത് ഓരോ എന്താ പറയുന്നത് സീസൺസിലും എൻവയോൺമെന്റൽ കണ്ടീഷൻസും അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഡിഫർ ചെയ്യും. സംടൈംസ് ചില ഒരു സർട്ടൻ സീസണിൽ സർട്ടൻ ടൈമിൽ ടോൾ പീപ്പിൾ സെലക്ട് ആയി, ചില സമയങ്ങളിൽ എന്തായിരിക്കും ഡോർഫ് പീപ്പിൾ സെലക്ട് ആവും, ചില സമയങ്ങളിൽ എന്താ പറയുന്നത് ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ സെലക്ട്, ദാറ്റ് ഇസ് കോൾഡ് സൈക്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ 4 ടൈപ്പ് സെലക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം. ഡയറക്ഷണൽ, എന്താ പറയുന്നത് ഡിസ്ട്രപ്റ്റീവ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈങ് ആൻഡ് സ്റ്റെബിലൈസിങ്. സോ നിങ്ങൾ ഈ ഗ്രാഫ് കണ്ടെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഗ്രാഫ് ആ ഒരു ഇമേജ് ആണ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത് വാട്ട് സെലക്ഷൻ ഹസ് ഹാപ്പൻഡ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ. ദാറ്റ് ഇസ് നോക്കൂ, ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഗ്രാഫ് എന്ന് പറയുന്നത് നോർമൽ ഗ്രാഫിൽ നിന്നും ഒരു സൈഡിലേക്ക് എന്ത് ചെയ്ത് പോയിട്ടുണ്ട്, ടിൽറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആക്ച്വലി ഏതോ ഒരു എക്സ്ട്രീം എന്ത് ചെയ്യപ്പെട്ടു, സെലക്ട് ചെയ്യപ്പെട്ടു അല്ലെ. അതുകൊണ്ടാണ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഒരു സൈഡിലോട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ടിൽറ്റഡ് ആയിട്ടിരിക്കുന്നത്. വെൻ കമ്മിങ് ടു ദി നെക്സ്റ്റ്, ദാറ്റ് ഇസ് ഡൈവേഴ്സിഫൈങ്, നിങ്ങൾക്ക് കാണാം ദാറ്റ് ഇസ് 2 പീക്സ് അല്ലെ. 2 പീക്ക് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നോർമൽ ആ ഒരു പീക്കിൽ നിന്ന് ഡിഫർ ആയിട്ട് 2 പീക്കാണ് ഡൈവേഴ്സിഫൈങ് സെലക്ഷനിൽ ഉണ്ടായത്. എന്തുകൊണ്ട്, ആക്ച്വലി ബിക്കോസ് ദർ ഇസ് ബോത്ത് എക്സ്ട്രീംസ് ആർ ഗെറ്റിംഗ് സെലക്ടഡ് അല്ലെ. 2 എക്സ്ട്രീംസും സെലക്ടഡ് ആയപ്പെടുന്നത് കൊണ്ട് അവിടെ 2 പീക്ക് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ ഇസ് എന്താ പറയുന്നത്, വേർ ദ മീൻ പോപ്പുലേഷൻ, അതായത് മീൻ അല്ലെങ്കിൽ എന്താ പറയുക ആവറേജ് ആയിട്ടുള്ള ഹൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ സെലക്ട് ചെയ്യപ്പെടുന്നതിന്റെ ഒരു പീക്ക് മാത്രമേ ഉണ്ടാവൂ. ദാറ്റ് ഇസ് ഡയറക്ഷണൽ, ഡൈവേഴ്സിഫൈങ് ആൻഡ് സ്റ്റെബിലൈസിങ്. മനസ്സിലായോ എല്ലാവർക്കും? And I'm not explaining മ്യൂട്ടേഷന്റെ കാര്യം, നമുക്ക് എല്ലാവർക്കും ബിക്കോസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, സഡൻ ചേഞ്ചസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും അലീലിക് അഡിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് കോസസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആക്ച്വലി വൈൽഡ് ഡൊമസ്റ്റിക്കേറ്റഡ് ആവുന്നു. അതാണ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതെന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ 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 പെർസെന്റേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇറെലവെന്റ് എന്ന് പറയാം. പക്ഷെ അത് ഇറെലവെന്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഓക്കെ ഈക്വൽ ടു ഇറെലവെന്റ് ബിക്കോസ് അതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. മനസ്സിലായല്ലേ? ഒരു മ്യൂട്ടന്റ് ക്രിയേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ നോട്ട് വെരി ഈസി തിങ്. നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന എന്താ പറഞ്ഞ മ്യൂട്ടേഷൻ കൊടുത്ത് മ്യൂട്ടേഷൻ ഉണ്ടായി എന്ന് പഠിക്കുന്ന പോലെ അല്ല. ഇറ്റ്സ് എ വെരി വെരി റെയർ ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ മ്യൂട്ടൻസ് ക്രിയേറ്റ് ആവാന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ ഡൊമസ്റ്റിക്കേഷൻ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? ഏതെങ്കിലും സെലക്ഷൻസ് മനസ്സിലാവാതെ ഉണ്ടോ? ഇത് എക്സ്പ്ലെയിൻ എനിത്തിങ് വൺസ് മോർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ടിൽ ദാറ്റ് ടൈം ഐ വിൽ ആസ്ക് വൺ ക്വസ്റ്റ്യൻ ടു യു. നമ്മൾ പറഞ്ഞു സെലക്ഷൻസിലൂടെയാണ് ഡൊമസ്റ്റിക്കേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. ടെൽ മീ വിച്ച് സെലക്ഷൻ വിൽ ബി മോർ ഇഫക്റ്റീവ് അല്ലെങ്കിൽ മോർ ഫാസ്റ്റ്? ഏത് സെലക്ഷൻ ആയിരിക്കും കൂടുതൽ ഫാസ്റ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് എന്ന് പറയുന്നത്? വെദർ ഇറ്റ് ഇസ് നാച്ചുറൽ സെലക്ഷൻ, ആർട്ടിഫിഷ്യൽ സെലക്ഷൻ, ഏതായിരിക്കും? ടെൽ മീ. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഏത് സെലക്ഷൻ ആയിരിക്കും കൂടുതൽ എന്താ പറയുന്നത് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഫാസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്? എന്താ മനസ്സിലായല്ലോ? ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? ഏതായിരിക്കും? ക്യാൻ യു എക്സ്പ്ലെയിൻ സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ? ഓ ഷുവർ. സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ വേറെ ഒന്നുമല്ല, നമ്മൾ ഡയറക്ഷനിൽ ഒരു എക്സ്ട്രീം ആൾക്കാർ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു എക്സ്ട്രീം സെലക്ട് ആവുന്നു. ഡൈവേഴ്സിഫൈങ് ഡിസ്ട്രപ്റ്റീവിൽ 2 എക്സ്ട്രീംസും സെലക്ടഡ് ആവുന്നു. സ്റ്റെബിലൈസിംഗിൽ മീൻ പോപ്പുലേഷൻ സെലക്ടഡ് ആവുന്നു.
ഓക്കെ, അതായത് ഡയറക്ഷണലിൽ ടോൾ ആൻഡ് ഡോർഫ് പീപ്പിൾ ഗെറ്റിംഗ് സെലക്ടഡ്. എന്റെ എക്സാമ്പിൾ അനുസരിച്ചിട്ട് ഡിസ്റപ്റ്റീബിൾ ആണെങ്കിൽ ടോൾ ഓർ ഡോർഫ് പീപ്പിൾ ഗെറ്റിംഗ് സെലക്ടഡ് ഡയറക്ഷണൽ, പിന്നെ ടോൾ ആൻഡ് ഡോർഫ് പീപ്പിൾ ഗെറ്റിംഗ് സെലക്ടഡ് ഡിസ്റപ്റ്റീവ്, ആൻഡ് മീഡിയം ഹൈ അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഗെറ്റിംഗ് സെലക്ടഡ് സ്റ്റെബിലൈസിംഗ് പോപ്പുലേഷൻ. ഓക്കെ, ദിസ് ആവറേജ് ഹൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആവറേജ് പോപ്പുലേഷൻ, രണ്ട് എക്സ്ട്രീം അല്ലാണ്ട് മിഡിലിൽ വരുന്നത്. മനസ്സിലായോ? Okay, everybody is answering. Sandra, Krishnapriya, Namita, everybody is saying it's artificial selection. Why? Because natural selection, the significance എത്രത്തോളം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും the nature to do a selection, നമ്മുടെ natural selection ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ്സ് ടൈം ടേക്കിംഗ്. ഇറ്റ്സ് നോട്ട് വെരി എന്താ പറയുന്നത് ഒരു ഈസി പ്രൊസീജിയർ അല്ല അതിന്റെ പറയുന്നത്. ഇറ്റ്സ് എ വെരി ടൈം ടേക്കിംഗ് വരുന്ന പ്രൊസീജിയർ ആണ് അല്ലെ. ഇറ്റ്സ് ഈക്വൽ ടു ഇവല്യൂഷൻ, ഇവോൾവ് ചെയ്ത് വരണം അല്ലെ. സോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ട് ഓഫ് ടൈം. പക്ഷേ when we are doing the selection, നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് we know അല്ലെ, നമുക്കറിയാം ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ കാര്യം we know in prior. മനസ്സിലായില്ലേ? So artificial selection, of course, it will be faster. I'll ask one more question. Natural selection, so when the nature is doing the selection, nature എന്തിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക? ഈൽഡിനായിരിക്കോ, ഡിസീസ് റെസിസ്റ്റന്റ് ആയിരിക്കോ, അവരുടെ സർവൈവൽ കപ്പാസിറ്റി ആയിരിക്കോ, എന്തിനായിരിക്കും കൂടുതൽ എന്താ പറയുന്നത് പ്രയോറിറ്റി കൊടുക്കുക സെലക്ട് ചെയ്യുന്ന സമയത്ത്? എന്തിനായിരിക്കും? ഈൽഡ് ആണോ, റെസിസ്റ്റൻസ് ആണോ, എന്താണ്? അവരുടെ സർവൈവലിന് ആണോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? എന്തിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഒബിയസ്ലി സർവൈവൽ അല്ലേ. എക്സാക്ട്ലി. ഗംഗ കൃഷ്ണപ്രിയൊക്കെ പറഞ്ഞത് ബിക്കോസ് എന്താ പറയുന്നത്, നമ്മളാണ് ഭയങ്കര സെൽഫിഷ് ആയിട്ട് ഗോയിങ് ഫോർ ദി ഈൽഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ. വെൻ നേച്ചർ എന്ന് പറയുന്നത് അവരുടെ ഫുൾ ഒരു എന്താ പറയുന്ന ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ തന്നെ ആയിരിക്കും ആക്ച്വലി ഇറ്റ്സ് ഓൺ ദി സർവൈവൽ. സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. സോ നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എന്ത് ചെയ്യുന്നത് സെലക്ഷനിലൂടെ ഉണ്ടാവുന്നത്. ഓക്കെ.